ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നോമ്പ് 4-ാമത്തെ ദിവസമാണ്. ഇന്നിപ്പോൾ വീട്ടിലത്തെ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ കാണിക്കുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്ത് നോമ്പ് തുറക്കാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഷാർജ ഗ്രാൻഡ് മോസ്കിലാട്ടോ. ഷാർജയിലെ ഏറ്റവും വലിയ പള്ളിയാണിത്. ഇവിടേക്കാട്ടോ പോകുന്നത്. ഈ പള്ളി ഉണ്ടല്ലോ 2019 മെയ് 10-നാണ് ഇനാഗുറേഷൻ കഴിഞ്ഞത്. നമ്മുടെ ഷാർജ ഭരണാധികാരിയാണ് ഇതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞത്. ഏകദേശം 300 മില്യണോളം ഇതിന് എക്സ്പെൻസ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രോജക്റ്റിനായിട്ട്. ഇതിൻ്റെ മൊത്തം ഏരിയ വരുന്നത് 1,86,000 സ്ക്വയർ മീറ്ററാണ് വരുന്നത്. ഇതിനുള്ളിലേക്ക് നോൺ മുസ്ലിംസിനും ഒക്കെ എൻട്രി ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, 5 വർഷത്തോളം എടുത്തിട്ടുണ്ട് ഈ ഒരു മോസ്ക് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകാനായിട്ട്. അപ്പം നമ്മളിപ്പോൾ എന്തായാലും ഇറങ്ങിയപ്പം നല്ല പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോഴേക്കും. ഇക്കായൊക്കെ ജോലിക്കൊക്കെ പോയി എല്ലാവരും വന്നതിന് ശേഷമാണ്. പിന്നെ ഇക്കാൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 2 ഫാമിലി ആയിട്ടാട്ടോ പോയത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഈ ഒരു സമയത്തൊക്കെ. നമ്മൾ പുറത്തുനിന്ന് തന്നെ ഒത്തിരി ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്ന കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഉള്ളിൽ കയറാൻ പറ്റില്ല എന്നുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ഉള്ളിലേക്ക് ഇങ്ങനെ നേരെ കയറ്റി വിടുന്നുണ്ടായിരുന്നു. വോളണ്ടിയേഴ്സൊക്കെ നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്ത് നല്ല പോലെ അവർ അറേഞ്ച് ചെയ്തും ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിയിൽ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ കയറി പോകുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ല പൂവും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ എല്ലാം നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പം ഉള്ളിലേക്ക് കയറുക കേട്ടോ. ഇക്കയൊക്കെ ഞങ്ങളവിടെ ആക്കിയിട്ട് അവർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം എന്തായാലും അകത്തേക്ക് കയറുന്നുണ്ട്. ഇത് അതിൻ്റെ പുറത്തുള്ള ഒരു സ്പേസ് ആട്ടോ. അവിടെ നല്ലൊരു വാട്ടർ ബോഡിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഓപ്പൺ യാർഡ് ഗാർഡനും ഉണ്ട്. പിന്നെ അവിടെ ഇരിക്കാനും ഒക്കെ ചെയർസൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും ചെരുപ്പൊക്കെ പുറത്ത് ഇട്ടിട്ടാണ് കയറേണ്ടത്. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ ചെരുപ്പെടുത്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഷൂ റാക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ചെരുപ്പെടുത്ത് കൊണ്ടുപോവുകയാണ്. മക്കളുടെ ചെരുപ്പ് എല്ലാം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ എടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുള്ളിൽ ഷൂ റാക്ക് ഉണ്ട്, അവിടെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു നോമ്പ് ബാങ്ക് വിളിക്കുന്നത് വരെയും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇരുന്നിട്ട് പിന്നെ ഒരു 2-3 റോയും കൂടി മാത്രമേ ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ എന്തുണ്ടല്ലോ വോളണ്ടിയേഴ്സും കാര്യങ്ങളുമൊക്കെ നല്ല രീതിയിൽ അവിടെ എന്താ പറയുക കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ തികയില്ല എന്ന് കണ്ടപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ വെള്ളവും ഈത്തപ്പഴവും ഒക്കെ വെച്ചിട്ട് പിന്നെ എക്സ്ട്രാ ആദ്യം വന്നപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഒരു ബോക്സ് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതിങ്ങനെ ഷെയർ ചെയ്ത് എടുത്തിട്ട് തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തരാനായിട്ട് ചോദിച്ചപ്പോഴേക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി പിന്നെ ഈ പുതിയതായിട്ട് അറേഞ്ച് ചെയ്ത റോയിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഓൾമോസ്റ്റ് ബാങ്ക് കൊടുക്കുന്ന സമയം ആയിട്ടുണ്ട്. അപ്പോഴും ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവരിങ്ങനെ കളക്ട് ചെയ്യുവാണ് എക്സ്ട്രാ ഉള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇതിനുള്ളിൽ അരീസൊക്കെ ഉണ്ട്. അതൊക്കെ കുറേ പേരൊന്നും കഴിക്കില്ല. ചിലർ ബിരിയാണിയൊക്കെ ആണെങ്കിലും ഇത്രയൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ അവർ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാട്ടോ വരുന്നത്. ഒരു ബോക്സ് അരീസ്, പിന്നെ ഒരു ബോക്സ് ബിരിയാണി, പിന്നെ ഇങ്ങനെ ഒരു ബോക്സിൽ അതിനുള്ളിലേക്ക് ഒരു ആപ്പിൾ, പിന്നെ ഒരു ലെബനപ്പ്, പിന്നെ ഒരു പാക്കറ്റ് ഡേറ്റ്സും, പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും. ഇത്രയാട്ടോ വരുന്നത്. മക്കൾ പിന്നെ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം എടുത്ത് അവിടെയൊക്കെ വാരിയിടാനൊക്കെ ഉള്ള ബഹളമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. എന്നിട്ട് നമ്മൾ പിന്നെ ബാങ്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. അപ്പോഴും ആൾക്കാർ ഒത്തിരി വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ജെൻസിൻ്റെ സെക്ഷനിലും നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ലേഡീസിനെക്കാട്ടിലും തിരക്ക് ജെൻസിൻ്റെ സെക്ഷനിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇക്കായൊക്കെ കയറിയപ്പോഴേക്കും പിന്നെ ലാസ്റ്റായിട്ട് അവർ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കയറിയപ്പോഴേക്കും പിന്നെ അവർക്ക് അധികം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളവും ഡേറ്റ്സൊക്കെ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ പോയത്. അപ്പം എന്തായാലും നോമ്പ് തുറക്കാനൊക്കെ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് അവിടെ നമസ്കാരവും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിട്ട്
പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഏരിയയിലാട്ടോ ലേഡീസിൻ്റെ ഇഫ്താർ സെറ്റാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ഒരു വ്യൂ ആട്ടോ ഇത്. ലൈറ്റൊക്കെ ഇട്ടപ്പോഴേക്കും രാത്രിയായപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പള്ളി കാണാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. കണ്ടോ, ലൈറ്റ് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ നിന്ന് മക്കളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇതാട്ടോ ഒരു വാട്ടർ ബോഡി സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനിയിപ്പം പള്ളിയിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ ഇറങ്ങി നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ചായ നിർബന്ധമാണ്. അപ്പോൾ പിന്നെ പുറത്ത് പോയിട്ട് ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് തണുപ്പൊന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്ന് നല്ല പൊടിക്കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പള്ളീൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും ഫ്ലോറൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മക്കൾ സോക്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. അവിടെ ഇരുന്ന മോന് തണുക്കുന്നതെന്ന് പറഞ്ഞിട്ടായിരുന്നത്. പിന്നെ ജാക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പുറമേ നിന്ന് നോക്കാനും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ രാത്രിയായപ്പോഴേക്കും. പിന്നെ അതിനുശേഷം നമ്മൾ ചായ കുടിക്കാനായിട്ട് നമ്മളിവിടെ മുവൈല ലുലുവിൽ പുതിയതായിട്ട് കാലിക്കറ്റ് സ്റ്റോറീസ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചായ കുടിക്കാനും പിന്നെ ഇക്കാക്കൊന്നും ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെയും ഇതുപോലെ ഇഫ്താർ ബുഫേ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. 49 ദിറംസ് എന്തോ ആണ് ഇഫ്താറിൻ്റെ ബുഫേ. അപ്പോൾ പിന്നെ സൂപ്പൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കും.